10th പ്രിലിംസ് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. 10th പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ഓപ്ഷൻ എ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. മലയാളിയായ ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് എം.എൻ. വെങ്കിടാചലം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി 2005. വിവരാവകാശ കമ്മീഷൻ വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. ദേശീയ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12 മുതൽ പ്രാബല്യത്തിൽ വന്നു. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? ഓപ്ഷൻ എ വംശനാശ ഭീഷണി നേരിടുന്നവ. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ മൃഗങ്ങൾ, സസ്യങ്ങൾ, ഫംഗസുകൾ എന്നിവയും സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പ്രദേശത്ത് നിലനിൽക്കുന്ന ചില പ്രാദേശിക ഉപജാതികളെയും രേഖപ്പെടുത്തിയിരിക്കുന്നതിനായി രൂപീകരിച്ച രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് റെഡ് ലിസ്റ്റ് ഡാറ്റ ബുക്ക്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് അഥവാ IUCN പുറത്തിറക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ഓരോ ജീവിയെയും അവ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. വിളംബരം നടന്ന വർഷം ഓപ്ഷൻ ബി 1809. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച മലയാള വർഷം 984 മകരം 1. വിളംബരത്തിനു സാക്ഷ്യം വഹിച്ച ക്ഷേത്രസന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഓപ്ഷൻ ബി പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂര്. കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ, പി കൃഷ്ണൻപിള്ള. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത് പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. ജാതി മതഭേദമില്ലാതെ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള മഹാരാജ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിപ്പിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഈ വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ തൻ്റെ 25ാം ജന്മദിനത്തിൽ, അതായത് 1936 നവംബർ 12 പുറപ്പെടുവിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിക്കാൻ കാരണം മഹാരാജാവിൽ സർ CP രാമസ്വാമി അയ്യർ ചെലുത്തിയ പ്രേരണയാണ്. തിരുവിതാംകൂറിലും പിന്നീട് കേരളമാകെയും സാമൂഹിക സാംസ്കാരിക പുരോഗതിക്കു വഴി തെളിച്ച അതിപ്രധാനമായൊരു നാഴികക്കല്ലായി ഈ വിളംബരം മാറി. കേരളത്തിൻ്റെയും ആധുനിക തിരുവിതാംകൂറിൻ്റെയും മാഗ്ന കാർട്ട എന്ന വിശേഷണവും ചാർത്തപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ INC സമ്മേളനം ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മൊഹറലി.
കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി കെ കേളപ്പൻ. കെ കേളപ്പനെ കുറിച്ച് നോക്കാം. 1931-32 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം നൽകിയപ്പോൾ കേരളത്തിലെ ആദ്യ സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഈ സമുന്നത നേതാവ് മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലബാറിലെ തീണ്ടൽ ജാതിക്കാരുടെ പ്രധാന പ്രശ്നങ്ങളായ സ്കൂൾ പ്രവേശനം, പൊതുവഴികളിലൂടെയുള്ള സഞ്ചാരം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പോരാടിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും പയ്യന്നൂര് വരെ 1930 നടത്തിയ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി കെ കേളപ്പൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. ഗാന്ധിയൻ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിയ ഇദ്ദേഹം പത്മശ്രീ ബഹുമതി നിരസിച്ചു. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി താലോലം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ, ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്ന പദ്ധതിയാണ് താലോലം. കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമായവർക്കും ചികിത്സാ ചെലവിന് പരിധി ഏർപ്പെടുത്തിയിട്ടില്ല. ഒരു രോഗിക്ക് പ്രാഥമിക സഹായത്തിന് 50,000 രൂപ ലഭിക്കും. 2010 മാർച്ച് 19 അന്നത്തെ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനാണ് താലോലം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തെങ്ങ്, കവുങ്ങ്, കൊക്കോ എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി സ്ഥാപിക്കപ്പെട്ട ദേശീയ കാർഷിക ഗവേഷണ കേന്ദ്രമാണിത്. ദേശീയ കാർഷിക ഗവേഷണ കൗൺസിൽ, ഇന്ത്യ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICARന്റെ കീഴിൽ 1970 ഇത് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കേരള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ ഡി KM വാസുദേവൻ നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരനും ശില്പിയുമാണ് KM വാസുദേവൻ നമ്പൂതിരി അഥവാ ആർട്ടിസ്റ്റ് നമ്പൂതിരി. ജീവിതകാലം നോക്കുകയാണെങ്കിൽ 15 സെപ്റ്റംബർ 1925, 7 ജൂലൈ 2023. 2003 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് ആർട്ടിസ്റ്റ് നമ്പൂതിരിക്കായിരുന്നു. മലയാള അനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ സാഹിത്യ സൃഷ്ടിക്ക് നമ്പൂതിരിയുടെ ചിത്രങ്ങൾ പലപ്പോഴും അകമ്പടി തീർക്കാറുണ്ട്. വളരെ ജനപ്രിയമാണ് നമ്പൂതിരിയുടെ വരകൾ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഉറപ്പുള്ള വരകളുള്ളവയും കഥാപാത്രത്തിൻ്റെ രൂപസവിശേഷതകൾ അറിഞ്ഞ് ഭാവങ്ങൾ നിറഞ്ഞതുമാണ്. ഏതു വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി 1996. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്ര സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. പിന്നോക്ക സമുദായക്കാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ മോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന SNDP യോഗം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ എറണാകുളം. കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന
അമിതമായ മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് ബ്രഹ്മപുരം ലാൻഡ്ഫിൽ. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുരം ഖരമാലിന്യ പ്ലാന്റ് കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമാണ്. പരിസ്ഥിതി മലിനീകരണം, തീപിടുത്തം, പൊതുജനാരോഗ്യം, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയുടെ പ്രധാന ഉറവിടമാണ് ഈ സൈറ്റ്. കൊച്ചി നഗരങ്ങളിൽ പ്രതിദിനം 600 ടണ്ണിലധികം മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിൽ ഏകദേശം 100 ടൺ ബ്രഹ്മപുരം ഖരമാലിന്യ പ്ലാന്റിൽ വിഘടിപ്പിച്ച് ജൈവവളമായി മാറുന്നു. 2023 മാർച്ച് 2 ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഒരു വലിയ തീപിടുത്തം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വിഷവാതകം അടങ്ങിയ പുകയിൽ വിഴുങ്ങി. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? ഓപ്ഷൻ ബി പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജ ഏതു രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? കോട്ടയം. ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം 1805. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി കേരളവർമ്മ പഴശ്ശിരാജ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഏതു കാലഘട്ടത്തിലാണ്? 1793 to 1797. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് ഏതു കാലഘട്ടത്തിലാണ്? 1800 to 1805. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം? ഓപ്ഷൻ ഡി 11. കേരളത്തിലെ നദികളുടെ എണ്ണം 44. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 എണ്ണം: കബനി, ഭവാനി, പാമ്പാറ്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? ഓപ്ഷൻ ബി ഇടുക്കി. പെരിയാർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ കടുവാ വന്യജീവി സങ്കേതം പെരിയാർ. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശത്തിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. പെരിയാറിനെ കടുവ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? ഓപ്ഷൻ സി 6. കേരളത്തിൽ ആകെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഉള്ളത്. 1. തിരുവനന്തപുരം. 1940 ആദ്യം രൂപം കൊണ്ടതും കേരളത്തിലെ ഏറ്റവും വലുതുമായ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. രണ്ടാമത്തത് കൊച്ചി. ഏറ്റവും വലിയ തുറമുഖ നഗരം. കേരളത്തിന്റെ ഇപ്പോഴത്തെ വ്യാവസായിക തലസ്ഥാനം. 1967 കോർപ്പറേഷനായി. മൂന്നാമത്തത് കോഴിക്കോട്. 100% കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കോർപ്പറേഷൻ 1962 രൂപം കൊണ്ടു. നാലാമത്തത് കൊല്ലം. കേരളത്തിലെ ഏറ്റവും പ്രാചീന തുറമുഖ നഗരങ്ങളിലൊന്ന്. ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം. 1998 കോർപ്പറേഷനായി. അഞ്ചാമത്തത് തൃശൂർ. സ്വന്തമായി വൈദ്യുത വിതരണ അവകാശമുള്ള കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശൂരാണ്. 1998 രൂപം കൊണ്ടു. ആറാമത്തെ കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷനാണ് 2015. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ഡി പാമ്പാടും ചോല. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി, 5 എണ്ണം. ഇടുക്കിയിലെ ദേശീയ ഉദ്യാനങ്ങൾ ഇരവിക്കുളം, പെരിയാർ, മതിക്കോട്ടൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. പാമ്പാടും ചോല ദേശീയോദ്യാനം നിലവിൽ വന്നത് 2003. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. സൈലന്റ് വാലി നിലവിൽ വന്നത് 1984. പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കോട്ടമല, 2019 മീറ്റർ.